ദുര്യോധനൻ എത്ര ശ്രമിച്ചിട്ടും ഭീമൻ വീഴുന്നുണ്ടായിരുന്നില്ല. തിരിച്ചടിക്കുന്നില്ലെങ്കിലും അയാളുടെ ശരീരം ഉരുക്കുപോലെയായിരുന്നു. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ദുര്യോധനൻ തളർന്നു വീണു. കൂടെ ഭീമനും. തളർന്നു വീണ ഉടനെ തന്നെ ദുര്യോധനൻ ദുശാസനനെ നോക്കി. ദുശാസനൻ ഉടൻ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന പാനീയം ഭീമന് കൊടുത്തു. ദാഹിച്ച് തളർന്ന ഭീമൻ അത് വെപ്രാളത്തോടെ കുടിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ ഭീമന്റെ നെഞ്ച് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. സഹോദര, എന്റെ ശരീരമാകെ തളരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്നെ രക്ഷിക്കൂ. അല്ല, വലിയ ദൈവപുത്രന്മാരില്ലേ, ഈ മനുഷ്യരുടെ സഹായമൊക്കെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ശക്തമായ ഒരു കാറ്റ് അപ്പോൾ അവിടെ ആകെ വീശി. ഭീമന്റെ ബോധം പൂർണ്ണമായും പോയി. ഉടനടി അവർ ഭീമന്റെ ശരീരം കാട്ടുവള്ളികൾ ഉപയോഗിച്ച് കെട്ടി. ശേഷം അടുത്തുള്ള ഒരു പുഴയിലേക്ക് അവർ ശരീരം എടുത്തുകൊണ്ടുപോയി. കൊടും വിഷമുള്ള പാമ്പുകളുള്ള ഒരു പുഴയാണത്. മരണം ഒന്നുകൂടി ഉറപ്പിക്കാനായിരുന്നു അവർ ആ പുഴ തിരഞ്ഞെടുത്തത്. ദുര്യോധനന്റെ പദ്ധതിയെല്ലാം ശരിയായിരുന്നുവെങ്കിലും ചെറിയൊരു പിഴവ് അയാൾ ചെയ്തിരുന്നു. ഭീമനെ ഇടുവാൻ തിരഞ്ഞെടുത്ത പുഴ. ദുര്യോധനനും കൂട്ടരും തങ്ങളുടെ വിജയം രഹസ്യമായി ആഘോഷിച്ചു. കർണനും മറ്റ് സുഹൃത്തുക്കൾക്കും വലിയൊരു സൽക്കാരം തന്നെ അയാൾ നൽകി. ദുര്യോധനൻ പാണ്ഡവരുമായുള്ള മൽപ്പിടുത്തത്തിൽ മത്സരിക്കുകയായിരുന്നു. 4 പേരിൽ 3 പേരെ ദുര്യോധനൻ അടിച്ചു വീഴ്ത്തി. തനിക്ക് മുകളിൽ ഇനി ആരുമില്ല എന്ന ആവേശം അയാളുടെ സിരകളിലൂടെ കുതിക്കുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദുര്യോധനൻ 4 പേരെയും വീഴ്ത്തി. ഇനി ആരെങ്കിലും ഉണ്ടോടാ ഞാനായിട്ട് മത്സരിക്കാൻ? ഞാനുണ്ട് ദുര്യോധന. അന്ധകാരത്തിന്റെ തമസ്വനിയിൽ മരണത്തെ നിശ്ചലമാക്കി, വായുവിൽ അഗ്നിയേന്തി, മലകളെ കാൽച്ചുവട്ടിലാക്കി, വീണ്ടും വന്നു മരണമില്ലാ യോദ്ധാവ്, മരണമില്ലാ യോദ്ധാവ്.